നമസ്കാരം. എസ് വി ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ നാട്ടിലെ സ്ത്രീജനങ്ങളെല്ലാം ഹാപ്പിയല്ലേ? സന്തോഷവതികൾ ആണല്ലോ. കാരണം പ്രിയദർശിനി എന്ന് പറയുന്ന ബസ് ഓടിത്തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകൾക്കെല്ലാം ഒരുപാട് യാത്ര ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് ബസ്സിൽ നിന്ന് ഒരുപാട് സന്തോഷകരമായ അനുഭവങ്ങളുണ്ടാകുന്നു. സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ ജീവിതം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ എന്തു തന്നെയാണെങ്കിലും അതൊരു നല്ല കാര്യമാണ് എന്നുള്ളതാണ് നമ്മളുടെ എല്ലാ അഭിപ്രായം. കാര്യം സ്ത്രീകൾക്ക് അങ്ങനെയെങ്കിലും ഒരു ഗുണം നമ്മുടെ സർക്കാരിനെ കൊണ്ടുണ്ടാകട്ടെ എന്നുള്ളതാണ്. കാരണം സ്ത്രീകൾ മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാര്യം നിങ്ങൾ 14 ലക്ഷം ആളുകൾ ഒരു നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ ഒരൊറ്റ ദിവസം കൊണ്ട് ഏകദേശം 13,29,938 സ്ത്രീകളാണ് നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ ഒരൊറ്റ ദിവസം കൊണ്ട് ബസ്സിൽ, നമ്മുടെ KSRTC ബസ്സിൽ യാത്ര ചെയ്തത്. അതായത് 13 ലക്ഷത്തിലധികം എന്നൊക്കെ പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെ അത്രയും ഇതൊരു വലിയ ഹിറ്റാക്കി മാറ്റി എന്നുള്ളതാണ്. അപ്പം ഏകദേശം 2,20,49,159 രൂപ ഇവിടെ സർക്കാരിന് നഷ്ടമുണ്ടായി എന്നുള്ളതും വേറൊരു സത്യാസന്ധമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇതിലെല്ലാം നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എല്ലാവരും സന്തോഷവതികൾ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനോടൊപ്പം മറ്റു ചില കാര്യങ്ങൾ കൊണ്ട് നമുക്കൊരു 800 കോടിയും 3,800 കോടിയും തമ്മിൽ 3,000 കോടിയുടെ വ്യത്യാസമുണ്ട് അല്ലേ? കാരണം ആ 800 കോടി കാട്ടി നമ്മളെ അല്ലെങ്കിൽ നിങ്ങളെ, നമ്മുടെ വനിതകളെ പറ്റിച്ച സർക്കാരാണ് ഈ UDF സർക്കാർ എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേർ വിശ്വസിക്കും? മറ്റൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ സ്ത്രീ സുരക്ഷയുടെ ഭാഗമായി ഒരു പെൻഷൻ പദ്ധതി വീട്ടമ്മമാർക്ക് ഏർപ്പെടുത്തിയിരുന്നു. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള വീട്ടമ്മമാർക്ക് 1000 രൂപ നിങ്ങളുടെ കയ്യിലേക്ക്, അക്കൗണ്ടിലേക്ക് എത്തിക്കുന്ന ഒരു പ്രത്യേക പെൻഷൻ പദ്ധതി. K-Smart എന്ന് പറയുന്ന ആപ്പിൽ കയറിക്കൊണ്ട് നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ കഴിയുന്ന വളരെ ലളിതമായ പ്രൊസീജിയർ മാത്രമുള്ള, ഫീസൊന്നും അടയ്ക്കേണ്ടാത്ത ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ അതിൽ എത്ര പേർക്ക് ഈ കഴിഞ്ഞ മാസം, അതല്ലെങ്കിൽ ജൂൺ മാസത്തിലോ മെയ് മാസത്തിലോ നിങ്ങൾക്ക് എത്ര പേർക്ക് ആ പെൻഷൻ കയ്യിൽ കിട്ടി എന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. കാര്യം ഇങ്ങനെ പെൻഷൻ മേടിക്കുന്ന ഏകദേശം ആദ്യം ഒരു കണക്കാക്കിയ അനുസരിച്ച് നോക്കുമ്പോൾ ഏകദേശം 31.34 ലക്ഷം വനിതകളായിരുന്നു അർഹരായിട്ടുണ്ടായിരുന്നത്. നിലവിൽ ഈ പറയുന്ന പോലെ 10,18,042 പേർ എന്നുള്ള കണക്കിൽ പെൻഷൻ ലഭിച്ചിട്ടുണ്ട്. നിലവിലത്തെ കണക്ക് പ്രകാരം, അതായത് അർഹരായവർ 34 ലക്ഷത്തിലധികം ആളുകൾ ഇവിടെയുണ്ട്. എന്നാൽ നിലവിൽ പെൻഷൻ വാങ്ങിയ ആളുകളുടെ കണക്ക് ഏകദേശം 10,18,042 എന്ന് പറയുന്ന ഒരു കണക്കുണ്ട്. എന്നാൽ പുതിയ കണക്കുകൾ പ്രകാരം, അതായത് ഇനി അപേക്ഷ കൊടുത്തു എന്നാൽ അവർക്ക് പെൻഷൻ കിട്ടിയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്ന 18,18,047 എന്ന് പറയുന്ന ആൾക്കാരും, അത്രയും എണ്ണം ആളുകൾ ഇപ്പം നിലവിൽ ഇതിന് അർഹരായിട്ട് നിലവിൽ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതായത് ഇത്രയും പേർക്ക് ഏകദേശം ഒരു 1000 കോടി അല്ലെങ്കിൽ 1000 രൂപ വീതം പ്രതിമാസം അവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സംസ്ഥാന സർക്കാരിന് മൊത്തത്തിൽ ചെലവ് വരുന്ന തുക ഏകദേശം 3,800 കോടി രൂപയാണ്. അതായത് 3,700 ചില്ലുവാനം കോടി രൂപയാണ്. റൗണ്ട് ചെയ്ത് 3,800 കോടി എന്നുള്ള കണക്കിലേക്ക് വരാം. ആ 3,800 കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിന് ചെലവ് വരുന്നത്. എന്നാൽ ഈ LDF സർക്കാർ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഇത് നിലവിൽ 14,500 കോടി രൂപ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾക്ക് വേണ്ടി മാത്രമായിട്ട് മാറ്റിവെക്കുന്നുണ്ട്. അപ്പോൾ ആ തുകയിൽ നിന്ന് ഈ 3,800 കോടി രൂപ കൂടി ചിലവാക്കാം എന്നുള്ള നിലയിലാണ് ഈ പദ്ധതിയെല്ലാം ആവിഷ്കരിച്ച് വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ LDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ എപ്രകാരം ഏത് രീതിയിൽ നടപ്പിലാക്കണം എന്നത് സംബന്ധിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഇനിയും സൗജന്യ യാത്രയെ സംബന്ധിച്ചാണെങ്കിൽ അർഹരായവർക്ക് സൗജന്യമായി നൽകുകയും ചെയ്യുന്നുണ്ട്. സൂപ്പർ ഫാസ്റ്റ് വരെയുള്ള ബസ്സുകളിൽ ഈ പറയുന്ന RCCയിലേക്കോ ശ്രീത്രയിലേക്കോ ഒക്കെ ട്രീറ്റ്മെൻറ്റിന് പോകുന്ന രോഗികളായിട്ടുള്ള ആളുകൾക്കും ഈ പറയുന്ന സൗജന്യ യാത്ര KSRTCയിൽ അനുവദിച്ചിരുന്നു എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ്. അത് KB ഗണേഷ് കുമാർ തന്നെ നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടും അറിഞ്ഞുകൊണ്ടും വരുന്ന കാര്യമാണ്. എന്നാൽ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു വിഡ്ഢിത്തമെന്ന് പറയുന്നില്ല. ഇവിടെ സംഭവിക്കാൻ പോകുന്ന 800 കോടി എന്ന് പറയുന്ന ഒരു തുക സംസ്ഥാന സർക്കാർ KSRTCക്ക് നൽകിക്കൊണ്ട് KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഏർപ്പെടുത്തുന്നു. ഇപ്പം നിലവിലത്തെ കണക്കുകൾ പ്രകാരം ഒരു 2 കോടിക്കടുത്ത് 2 കോടിക്ക് മുകളിൽ വരുന്ന ആൾക്കാർ ഒരു ദിവസം ആ രൂപ, അതായത് അത്രയും ടിക്കറ്റ് വരുമാനം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് അത്രയും ആൾക്കാർ യാത്ര ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2 കോടിയിലധികം ആളുകൾ, അല്ലെ തുക
KSRTCക്ക് ഒരു ദിവസം. അപ്പോൾ ഏകദേശം ഒരു മാസം ഏതാണ്ട് ഈ നില കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, തുടരുകയാണെങ്കിൽ ഒരു മാസം KSRTCക്ക് നഷ്ടമാകാൻ പോകുന്നത് ഏകദേശം 60 അല്ലെങ്കിൽ ഈ 60 കോടി രൂപയ്ക്ക് മുകളിലാവും. ഏകദേശം 70 കോടി രൂപയോളം പ്രതിമാസം ഒരു നഷ്ടം ഉണ്ടാകുമെന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പം അതെന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ, അത് നഷ്ടം സഹിക്കുകയോ സഹായിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യേണ്ടത് ഈ പറയുന്ന നിലവിൽ KSRTCയുടെയും സർക്കാരിൻ്റെ ബാധ്യതകളാണ്. പക്ഷേ ഇത് ജനങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്നത് എന്താ, ഈ സൗജന്യം ദിവസേന യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് മാത്രമേ ഗുണം ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. ഒരാൾ പരമാവധി 30 രൂപ ടിക്കറ്റ് എടുക്കുകയാണെന്ന് വെച്ചോളൂ. ഒരാൾക്ക് ഒരു ദിവസം 60 രൂപയാണ് അയാൾക്ക് വരുന്ന ട്രാവൽ ചെലവ്, ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന യാത്രാ ചെലവ്. അങ്ങനെ വരുമ്പോൾ ഏകദേശം 25 ദിവസമൊക്കെ വരുള്ളൂ. എങ്കിൽ തന്നെയും ഒരു 30 ദിവസം തന്നെ കണക്ക് കൂട്ടിയാലും ഏകദേശം ഒരു 1800 എന്ന് പറയുന്ന ലാഭം മാത്രമാണ് അവർക്ക് ഉണ്ടാകുന്നത്. അതായത് ബസ് യാത്രയുടെ ലാഭം 1800. അപ്പം അങ്ങനെ സ്ഥിരമായി 30 ദിവസം യാത്ര ചെയ്യുന്നവർക്കാണ്. അതേസമയം 20 ദിവസം ആകുമ്പോൾ വീണ്ടും കുറയും. അപ്പോൾ ഏകദേശം 1200 രൂപയുടെ ലാഭം മാത്രമാണ് ഈ പറയുന്ന സ്ഥിരമായി യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ രീതിയിലായിരിക്കും എപ്പോഴും അവർക്ക് കിട്ടുന്ന അതായത് ഈ യാത്രക്കാരായ സ്ത്രീകൾക്ക് കിട്ടുന്ന ഗുണം. എന്നാൽ കേരളത്തിലെ എല്ലാ സ്ത്രീകളും, കേരളത്തിലെ വീട്ടമ്മമാരെല്ലാവരും എല്ലാ ദിവസവും യാത്ര ചെയ്യുന്നവരാണോ? അല്ല. ഇനി നമുക്ക് ഈ പറയുന്ന സൗജന്യം കിട്ടുന്ന സ്ഥലങ്ങളെക്കുറിച്ച് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് പ്രിയദർശിനി ബസ് ഓടിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത്, അതായത് തെക്കൻ കേരളത്തിലെ കഥകൾ മാത്രമാണ് പറയുന്നത്. അപ്പം തെക്കൻ കേരളത്തിലുള്ള സ്ത്രീകൾ എല്ലാ ദിവസവും യാത്ര ചെയ്യുന്നവരേ അല്ല. എല്ലാ സ്ത്രീകളും എല്ലാ ദിവസവും യാത്ര ചെയ്യില്ല. അവരെന്തെങ്കിലും ആവശ്യത്തിന് മാത്രം പുറത്തേക്ക് പോവുക, കടയിലേക്ക് പോകണം, അല്ലെങ്കിൽ ടൗണിലേക്ക് പോകണം, ഷോപ്പിങ്ങിന് പോകണം, ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ മാത്രമാണ് അവർ ബസ്സിനെ ആശ്രയിക്കുന്നത്. അപ്പം നിരന്തരം അവർ ബസ് യാത്ര ചെയ്യുന്നുമില്ല. അപ്പോൾ അതുമൂലം നമ്മുടെ നാട്ടിൽ വരുന്ന ഭൂരിപക്ഷം വരുന്ന വനിതകൾക്കും ഈ പറയുന്ന സൗജന്യം, അതായത് യാത്രാ സൗജന്യം ലഭ്യമാകില്ല എന്നുള്ളതൊരു വസ്തുതയായി അവശേഷിക്കുന്നുണ്ട്. അപ്പം ഇതിനകത്ത് നമുക്ക് പോട്ടെ, ഒരു 50% സ്ത്രീകൾക്ക് മാത്രമേ ഈ സൗജന്യം ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. ബാക്കി വരുന്ന 50%-ന് സൗജന്യം ലഭിക്കുന്നില്ല. അപ്പോൾ അവർക്ക് ഈ പറയുന്ന പ്രിയദർശിനി എന്ന് പറയുന്ന പദ്ധതി കൊണ്ട് ഗുണമില്ല. അപ്പോൾ 50% വെറും ഒരു ഓടക്കണക്കെടുത്തതാണ്. അപ്പോൾ ബാക്കി 50%-ന് അങ്ങനെ ഒരു സൗജന്യം ലഭിക്കുന്നില്ല. ഇനി തെക്കൻ കേരളത്തിലെ സ്ഥിതി മാറ്റി വെച്ച് വടക്കൻ കേരളത്തിലേക്ക് പോയിക്കോളൂ. വടക്കൻ കേരളത്തിലേക്ക് പോകുമ്പോഴും എന്താ സംഭവിക്കുന്നത്? വടക്കൻ കേരളത്തിൽ ഇപ്പോൾ നമുക്കറിയാം, കളമശ്ശേരി ഭാഗത്ത് ഒരു സ്വകാര്യ ബസ് കണ്ടക്ടർ ഒരു സ്ത്രീയെ മർദ്ദിച്ചു എന്ന് പറയുന്ന വാർത്ത വരുന്നുണ്ട്. അവർ ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ ഇറക്കി വിടാത്തതിനെ തുടർന്ന് അവർ അത് ചോദ്യം ചെയ്തപ്പോൾ കണ്ടക്ടർ മർദ്ദിച്ചു. ആ സ്വകാര്യ ബസ്സിലുണ്ടായ സംഭവമാണ്, നമ്മൾ ഇന്നറിഞ്ഞ വാർത്തയാണത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ വടക്കൻ മേഖലകളിലേക്ക് നമ്മൾ എറണാകുളം മുതൽ അങ്ങ് കാസർഗോഡ് വരെ ചിന്തിക്കുമ്പോൾ KSRTC ബസ് എന്ന് പറയുന്ന ഒരു സാധനം വളരെ കുറവാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അതിൽ യാത്ര ചെയ്യുന്ന, അപ്പോൾ നിലവിൽ അവിടെയുള്ള ബസ്സുകൾ പ്രിയദർശിനി മുഴുവൻ പ്രിയദർശിനി ആക്കേണ്ട അവസ്ഥയിലേക്ക് വരും. അപ്പോൾ അങ്ങനെ വന്നിരുന്നാൽ പോലും അവിടെയുള്ള എല്ലാ സ്ത്രീകൾക്കും ആവശ്യത്തിന് അല്ലെങ്കിൽ മതിയായ യാത്രാ സൗകര്യമോ അല്ലെങ്കിൽ ഈ യാത്രാ സൗജന്യമോ ലഭിക്കില്ല എന്നുള്ള വസ്തുതയാണ്. അപ്പോൾ നമ്മൾ കേരളത്തിലെ സ്ത്രീകളെ മൊത്തത്തിലെടുത്ത് പരിശോധിക്കുമ്പോഴും ഏറെക്കുറെ ഈ പറയുന്ന ഒരു 50%-ൽ കൂടുതൽ അല്ലെങ്കിൽ 60-65% വരുന്ന സ്ത്രീകൾക്കും ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഈ സൗജന്യ KSRTC യാത്ര കൊണ്ട് ഗുണം ലഭിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഈ ഗുണം ലഭിക്കുന്നത് വെറും 40%-ൽ താഴെ വരുന്ന സ്ത്രീകൾക്ക് മാത്രമായിരിക്കും. അപ്പോഴും അവിടെ കഴിയുന്നില്ല. ഇവിടെ ഇനി എന്താണ് പ്രശ്നമുള്ളത്? ഇനിയുള്ള പ്രശ്നം, കേരളത്തിലെ 35 മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾക്കും 60 മുതൽ മുകളിലോട്ടുള്ള ആളുകൾക്കുമുള്ള പെൻഷൻ വേറെയുണ്ട്. 60-ന് മുകളിലോട്ട് നമുക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്ന് പറഞ്ഞ പെൻഷൻ ലഭിക്കുന്നുണ്ട്. അപ്പം കേരളത്തിലുള്ള എല്ലാ സ്ത്രീകൾക്കും നമ്മൾ ഈ പറയുന്ന പോലെ ഏകദേശം 31 ലക്ഷത്തിലധികം വരുന്ന സ്ത്രീകൾക്ക് ഗുണം ലഭിക്കേണ്ടിയിരിക്കുന്ന ഒരു പദ്ധതിയെ അട്ടിമറിച്ചുകൊണ്ടാണ് സത്യത്തിൽ ഈ ഒരു പദ്ധതി, അതായത് കേരളത്തിലെ 40% പോലും അല്ലെങ്കിൽ 60%-ഓളം സ്ത്രീകൾക്ക് ഗുണകരമല്ലാത്ത, അവർക്ക് പ്രയോജനം വേണ്ട വിധത്തിൽ ലഭിക്കാത്ത ഒരു പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ് രസകരമായൊരു കാര്യം. അപ്പോൾ കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും ഗുണം ലഭിക്കുമായിരുന്ന ഒരു പദ്ധതിയെ അട്ടിമറിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു 60% സ്ത്രീകൾക്ക് പ്രയോജനം കിട്ടാത്ത ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരാണ് നമ്മുടെ VD സതീശൻ സർക്കാർ എന്നുള്ള കാര്യം ഇപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. വളരെ സിമ്പിളാണ് കാര്യങ്ങൾ, വളരെ ലളിതമാണ് കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഖജനാവിൽ ഒരു 3000 കോടിയുടെ ലാഭം ഉണ്ടാക്കിയെടുക്കാൻ VD സതീശന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിനകത്തിലെ ഏറ്റവും രസകരമായ ഒരു കാര്യം. ഇതോടൊപ്പം നമുക്കറിയാം ഈ പറയുന്ന നമ്മുടെ കണക്ട് വർക്ക് എന്ന് പറയുന്ന ഒരു പെൻഷൻ, ഒരു സ്റ്റൈപ്പൻഡ് പരിപാടിയുണ്ട്. അതെവിടെ? അതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ചർച്ച വന്നിട്ടില്ലല്ലോ.
അതായത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പഠനം കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന നമ്മുടെ ചെറുപ്പക്കാർ കുട്ടികൾക്ക് അവർക്കൊരു 1000 രൂപ പോക്കറ്റ് മണി എന്നുള്ള നിലയിൽ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച പിന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സ്റ്റൈപ്പൻഡ് അത് ഇതുവരെ എവിടെയും സംസാരിച്ച് നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ പദ്ധതികൾ പലതും ഇടത് സർക്കാർ പകുതി വഴി വെച്ചിട്ട് പോയിട്ടുണ്ട്. ഇനിയും വേണ്ടത് എന്താണ്? ഈ പറയുന്ന പെൻഷൻ എന്ന് പറയുന്നത് 3000 ആക്കി ഉയർത്തുക എന്ന് പറയുന്ന ഒരു സാധനം ഈ പറയുന്ന അടുത്ത ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കണം. അപ്പോൾ ഈ വരാൻ പോകുന്ന 19-ാം തീയതി വരാൻ പോകുന്ന ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ കൂടി നടപ്പിലാക്കുമോ ഇല്ലയോ എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടിരിക്കും ഈ പറയുന്ന വി ഡി സതീശൻ സർക്കാരിൻ്റെ ഒരു മുന്നോട്ടുള്ള ഗതികൾ. ഇപ്പം തന്നെ ആരോഗ്യ മേഖലയുടെ അവസ്ഥ നമുക്കറിയാം. അതിനെ ഒരു മന്ത്രി കയറിയിരുന്നിട്ട് കുളവാക്കിക്കൊണ്ടിരിക്കുന്നതെന്നറിയാം. ഇപ്പോൾ വനിതാ ശിശുക്ഷേമം വേറൊരു മന്ത്രി കയറുന്ന അതിനെ കുളവാക്കി ഇപ്പോൾ അംഗൻവാടിയിലെ കുട്ടികൾക്ക് പിന്നെ കഞ്ഞിയും പയറും മാത്രമാകുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം PMശ്രീ ഒപ്പിടില്ലോ എന്ന് പറയുന്ന നിലപാടില്ലാത്ത ഒരാളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ മുന്നിൽ വലിയ വാർത്തയായി നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതും കൂടി ആകുമ്പോൾ ഇത് സത്യം തിരിച്ചറിയാൻ എന്തുകൊണ്ടോ സ്ത്രീകൾ വൈകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.